ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഊട്ടി മല്ലൂസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. അങ്ങനെ ഫൈനലി എബിക്കുട്ടനാണെങ്കിൽ ലോങ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി സ്കൂൾ തുറക്കാൻ പോവാണ്. ഈ വരുന്ന മൺഡേ ആണ് സ്കൂൾ തുറക്കുന്നത്. അങ്ങനെ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ഒരു വലിയ ഷോപ്പിംഗ് ലിസ്റ്റാണ് ഉണ്ടാവുന്നത്. സ്കൂൾ ബാഗ്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും. കുറച്ച് ഐറ്റംസ് ഒക്കെ നാട്ടിൽ നിന്നാണ് മേടിച്ചത്, കുറച്ച് ഇവിടെ വന്ന് ഊട്ടിയിൽ നിന്നാണ് മേടിച്ചത്. ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ നാട്ടിൽ നിന്നാണ് മേടിച്ചത്. അതൊക്കെ ആണെങ്കിൽ പപ്പായും മമ്മിയുമാണ് മേടിച്ചു കൊടുത്തത് അവന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് കുന്നംകുളം ടൗണിലേക്ക് പോയി. അവന് സ്കൂളിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഒരു കടയിൽ കയറി ഞങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബാഗ് സെക്ഷനിലേക്കാണ് പോയത്. എബിക്കുട്ടനാണ് എല്ലാം സെലക്ട് ചെയ്തതും പിന്നെ അവന് ഇഷ്ടമുള്ളത് തന്നെയാണ് എല്ലാം മേടിച്ചത്. ഇത് കണ്ട് ഇച്ചൂട്ടൻ ആകെ വാശി പിടിക്കാൻ തുടങ്ങി. അവനും ബാഗ് വേണമെന്നായി. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു, നീ സ്കൂളിൽ പോകാറാവുമ്പോൾ നിനക്കും ബാഗ് മേടിച്ച് തരും. ആ ബാഗിൻ്റെ കൂടെ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ടോയ് ഫ്രീ കിട്ടി. പിന്നെ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഹാപ്പിയായി. വെറൈറ്റി ടൈപ്സ് ഓഫ് ബാഗ് ഉണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനത്തെ കളർഫുൾ ബാഗ്സ് ഒന്നും ഇല്ലായിരുന്നു. അന്നാണെങ്കിൽ സ്കൂബിയുടെ ബാഗായിരുന്നു വലിയ ട്രെൻഡ്. ഇപ്പോൾ ആണെങ്കിൽ സ്പൈഡർമാൻ, ബാർബി ഡോൾ, ബാറ്റ്മാൻ, അങ്ങനത്തെ വെറൈറ്റി ബാഗ്സ് ആണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതും കളർഫുൾ ബാഗ്സ്. ബാഗ് മാത്രമല്ല, എല്ലാം ആണെങ്കിൽ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. വാട്ടർ ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ വെറൈറ്റി മോഡലായിരുന്നു. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ ഏകദേശം സ്കൂളിലേക്കുള്ള ഐറ്റംസ് എല്ലാം ഞങ്ങൾ മേടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു. എബിക്കുട്ടനാണെങ്കിൽ യൂണിഫോമിന് മെഷർമെൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇച്ചായൻ കടയിൽ നിന്ന് വന്നിട്ട് എബിക്കുട്ടനെയും കൂട്ടിക്കൊണ്ടാണെങ്കിൽ മെഷർമെൻറ്റ് കൊടുക്കാൻ വേണ്ടി പോയി. യൂണിഫോം ജൂൺ ലാസ്റ്റൊക്കെ ആകുമ്പോഴേ കിട്ടുകയുള്ളെന്ന് അവർ പറഞ്ഞത്. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇനിയും എബിക്കുട്ടനാണെങ്കിൽ പ്രീ KG നിന്നാണ് LKGയിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനിയാണ് എബിക്കുട്ടൻ്റെ സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹോം വർക്ക്സ്, എക്സാംസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവുന്നത്. അങ്ങനെ ഇച്ചായൻ ഇന്നാണെങ്കിൽ എബിക്കുട്ടൻ്റെ ആണെങ്കിൽ സ്വെറ്ററും സോക്സും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മേടിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പം ടെക്സ്റ്റ് ബുക്ക് മൺഡേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. നോട്ട് ബുക്ക് കിട്ടി. സ്വെറ്ററും സോക്സും എബിക്കുട്ടനെയും കൊണ്ട് ചെന്നാലേ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നാളെ പോവാന്ന് വിചാരിച്ചു ഞങ്ങൾ. യൂണിഫോം കിട്ടുന്നവരെ കുറച്ച് ദിവസത്തേക്ക് എബിക്കുട്ടൻ കളർ ഡ്രസ്സാണ് ഇടേണ്ടത്. എൻ്റെ ഫസ്റ്റ് ഡേ ടു സ്കൂളല്ലേ, അതുകൊണ്ട് നല്ല ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഊട്ടിയിൽ എസ ക്ലോത്തിങ് സെൻറ്ററിലേക്ക് പോയി. അങ്ങനെ ഇന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് അവൻ്റെ സ്വെറ്ററും സോക്സും മേടിക്കാനാണ്. അവിടെയാണെങ്കിൽ ഇട്ട് നോക്കിയാലേ സ്വെറ്ററും സോക്സും തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവനെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ സ്കൂളിലേക്കുള്ള എല്ലാ ഐറ്റംസും ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ എബിക്കുട്ടൻ്റെ സ്കൂൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു. എന്നാണ് സ്കൂൾ റീഓപ്പൺ എന്ന് വെച്ചാൽ മൺഡേക്ക് ആക്കി. നാളെ ആയിരുന്നു. ഇന്ന് മെസ്സേജ് വന്നു 2 മണിയാകുമ്പോൾ പോസ്റ്റ്പോൺ ചെയ്തു, മൺഡേയിലേക്ക് ആക്കി. അപ്പോൾ അവനെല്ലാം സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് കാണിക്കാം. എബിക്കുട്ടൻ നല്ല ഉറക്കാണ്. ശരി, ഇപ്പം എന്തൊക്കെയാണ് കാണിക്കാം. ഫസ്റ്റ് തന്നെ സ്കൂൾ ബാഗ്. കാർസ് ഓൺ ദ റോഡ് ഒരു കാർട്ടൂൺ നെറ്റ്വർക്ക് ഉണ്ട്. കാർസ് ഓൺ ദ റോഡ് ഒരു പ്രോഗ്രാം. അപ്പം ആദ്യം അവനൊരു സ്പൈഡർമാൻ എടുത്തത്. കാർസ് ഓൺ ദ റോഡ് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ അവന് വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ മതി. അടുത്തതാണ് ലഞ്ച് ബാഗ്. അതും കാർസ് ഓൺ ദ റോഡ് തന്നെ കിട്ടി. കഴിഞ്ഞ വട്ടം പ്രീ KG പോകുമ്പോ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടി വെക്കുമ്പോ ബുക്ക് മടങ്ങി തുടങ്ങി. പ്രീ KG അല്ലാതെ വെച്ചിട്ട് പിന്നെ അത് മേടിച്ചില്ല. LKG പിന്നെ രണ്ടും കാർസ് ഓൺ ദ റോഡ്. അതും കാർസ് ഓൺ ദ റോഡ് തന്നെ മേടിച്ചു. പിന്നെ ബോക്സ് അത് കാർസ് ഓൺ ദ റോഡ് കിട്ടിയില്ല, സ്പൈഡർമാൻ കിട്ടിയത്. കിട്ടിയിരിക്കുന്നത്. പിന്നെ ടിഫിൻ ബോക്സ് മേടിച്ചു അവന് വേണ്ടി. ടിഫിൻ ബോക്സ് ഒരു ഈ ടൈപ്പാണ്, എന്താ പറയുക, കാസറോൾ ടൈപ്പാണ്. കാരണം ഇവിടുത്തെ തണുപ്പത്ത് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടേ നമ്മുടെ നാട്ടിലത്തെ പോലെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തണുത്ത് മരവിച്ചു പോകും. അപ്പം അതുകൊണ്ട് ഭയങ്കരമാണ്, എയർ ടൈറ്റ് സീൽഡ് ആയിട്ടുള്ളതാണ്. ഇല്ല, അത് എയർ ടൈറ്റ് ആണ്. അതിന് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബട്ടനും ഉണ്ട്. അതിന് മുകളിലാണ് ഈ നോർമൽ കവർ വരുന്നത്. അതുകൊണ്ട് ഫുഡ് ഒരു കാരണവശാലും പുറത്തേക്കും പോവില്ല, ചൂട് നിൽക്കും. അപ്പൊ അത് പ്രത്യേകം നോക്കി മേടിച്ചത്. ടിഫിൻ ബോക്സ് ആയി. വാട്ടർ ബോട്ടിൽ, ഇതില് കുറച്ച് വെള്ളത്തിന്റെ ഇതുണ്ട്. ഒരു ട്രയൽ കഴിഞ്ഞതാണ്. വെള്ളമൊക്കെ കുടിച്ചു നോക്കിയതാണ്. ട്രയൽ അടിച്ചതാണ്. ഇത് നല്ലൊരു അടിപൊളി കളറും സ്പോർട്സിന്റെ. പിന്നെ ഞങ്ങള് ഇതെല്ലാം എന്താ പറയാ, ഇവന്റെ അപ്പാപ്പനും മീയും
നാട്ടിൽ പോയപ്പോ അവന് വേണ്ടി ഇതൊക്കെ മേടിച്ചു നാട്ടിൽ നിന്ന് മേടിച്ചാ, നേരത്തെ മേടിച്ചു വെച്ചിരിക്കുക. ഈ കണ്ട സ്ഥലമൊക്കെ അവരൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവര് മേടിച്ചു കൊടുക്കണമെന്ന് അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഭാഗ്യാണ്, ഇതെല്ലാം അവരുടെ ഭാഗ്യാണ്. ഇത് കാസ് ഓൺ ദ റോഡിന്റെ, ഇത് ആക്ച്വലി ഞങ്ങൾ ഡിമാർട്ടിൽ പോയപ്പോ മേടിച്ചതാ. കാസ് ഓൺ ദ റോഡ് തന്നെ കണ്ടപ്പോ അവനത് മതി, ആ പൗച്ച്, ആ ബോക്സ് മതി, പെൻസിൽ ബോക്സ് മതി. അതുകൊണ്ട് അങ്ങനെ അത് മേടിച്ചു. ഓൾറെഡി പറഞ്ഞേടാ, ഓൾറെഡി ഉണ്ട്. പക്ഷെ കാസ് ഓൺ ദ റോഡ് കണ്ടു കഴിഞ്ഞപ്പോ അവന് ബാഗും ടിഫിൻ ബോക്സും എല്ലാം കാസ് ഓൺ ദ റോഡ്. ഇനി അടുത്തത്, അപ്പൊ ഞങ്ങളാണെങ്കിൽ ഈ സൺഡേ ആണെങ്കിൽ അവന് ഇവിടെ പോയായിരുന്നു, എവിടെ, ഊട്ടി പോയപ്പോ. അപ്പം ഫസ്റ്റ് ഡേ മീൻസ് യൂണിഫോം ഒന്നും അവന് കിട്ടിയിട്ടില്ല, ഫുള്ളൊന്നും കിട്ടിയിട്ടില്ല, കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഫസ്റ്റ് ഡേക്ക് എന്തുവാ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോവാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഹുഡി ടൈപ്പ് ഇങ്ങനത്തെ ടൈപ്പ് ഇതും റെഡും അതിന് മാച്ച് ആയ ഒരു പാന്റും മേടിച്ചു. രണ്ട് സെറ്റ് മേടിച്ചു. അതേപോലത്തെ ഒരു പാന്റും പിന്നെ ഇങ്ങനത്തെ ഒരു ഹുഡി. അതാകുമ്പോ പിന്നെ സെറ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ശരി, ഫസ്റ്റ് ഡേ പോവല്ലേ, അപ്പൊ പിന്നെ ഒരു വാച്ച് മേടിച്ചു. ഒരു വാച്ച് മേടിച്ചു. ഇനി അടുത്ത വരുന്ന, അയ്യോ ഭയങ്കര ഹെവി, സ്കൂൾ കിറ്റ്. ഇത് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല, അത് മൺഡേ ഒരു ഓപ്പണിംഗ് സമയത്തെ തരുത്തുള്ളൂ. നമ്മുടെ കയ്യിൽ തരുമെന്ന് പറഞ്ഞു. പേയ്മെന്റ് ഒക്കെ നേരത്തെ പഠിച്ചു. ഷർട്ട് എന്താ പറയാ, ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ഡേ ഇതെല്ലാം കൂടി എത്രയായി? 3,400. യൂണിഫോം ഇല്ല, സെറ്റ്, ഒരു സെറ്റ് സെറ്റും 2 സെറ്റ് സോക്സും പിന്നെ അവന്റെ ക്രയോൺസ്, അങ്ങനത്തെ ഐറ്റംസ്, നോട്ട്ബുക്സ്, ടെക്സ്റ്റ് ബുക്ക് എല്ലാം ചേർത്തിട്ട് 3,400. നോട്ട്ബുക്കിന് മാത്രം 3,400, ടെക്സ്റ്റ് ബുക്കിനും ഈ യൂണിഫോമിനും മാത്രമാണ്. നോട്ട്ബുക്കിന് 858 rupees സെപ്പറേറ്റ് പേ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതാണ് അവന്റെ സ്വെറ്ററിന്റെ കളർ, റെഡ് കളർ. ഞങ്ങൾ ഇന്നലെ പോയിണ്ടായിരുന്നു, ഇത് മേടിച്ചു വന്നു. അപ്പോൾ ഷർട്ട് മേടിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു കൊച്ചിനെയും കൊണ്ടുവരുന്നു. അപ്പൊ വീണ്ടും പോയി, അവനെയും കൊണ്ട് പോയി. പിന്നെ നോക്കി, ഇല്ലെങ്കിൽ പിന്നെ പാകമായില്ലെങ്കിൽ പിന്നെ അതന്നെ ഇവരുടെ ഹോളി ഇന്നസെൻസിന്റെ ഇവരുടെ 2 സോക്സ്, 2 ജോഡി സോക്സ്. പിന്നെ ഇവരുടെ ബുക്ക് ഫയൽ ചെയ്യുന്ന ഫയല്, പിന്നെ ബ്രൗൺ റൂള്. പിന്നെ എനിക്കറിയില്ല ഇത് എന്തിനാ തന്നെന്ന്. ക്രയോൺസും ക്ലേയും മിക്കവാറും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വെക്കാനായിരിക്കും. ഇതിപ്പോ 2 ഡബ്ബയും അതിന്റെ അടപ്പും ഒക്കെ തന്നിട്ടുണ്ട്. ലൂസ് ആയാലും എടുത്ത് വെക്കാൻ വേണ്ടിട്ടായിരിക്കാം ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രോയിങ് ബുക്ക്, നോർമൽ ഡ്രോയിങ് ബുക്ക്, എല്ലാ ക്ലാസ്മേറ്റ്സിന്റെ ബുക്കാണ്. ക്ലേയും ക്രയോൺസും, ഒരു പെൻസിൽ സെറ്റ്, പിന്നെ നെയിം സ്ലിപ്പ്, പിന്നെ ഒരു സെറ്റ് ഓഫ് ബുക്ക്, നോട്ട് ബുക്സ്, എല്ലാ ക്ലാസ്മേറ്റ്സിന്റെ ബുക്സും ഇതെല്ലാം മേടിച്ചു. ഈ ബുക്സിന് ഇതിനെ പോയിട്ട് 858 rupees ആയി. അപ്പം ഇത്രയും ഐറ്റംസ് എല്ലാം മേടിച്ച് സെറ്റ് ആയിരിക്കാണ്. ഇനി പോയാ മതി സ്കൂളിൽ പോകുമ്പോ ഉള്ള കരച്ചില് വേറെ കാണും. ഇന്നിപ്പോ സെറ്റർ മേടിക്കാൻ വേണ്ടി പോയപ്പോ അവന് പ്രീ KG അവിടെയാണല്ലോ പഠിച്ചത്. സെറ്റർ മേടിക്കാൻ പോയപ്പോ മോൻ സ്കൂളിലേക്കൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, പോയില്ല എന്നുള്ളത് കണ്ടറിയാം. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.